പറന്ന് ഇന്ത്യ. ഇസ്ലാമാബാദിൽ തീമഴ പെയ്യിച്ച് ഇന്ത്യയുടെ മിസൈൽ വർഷം. പാക് പ്രധാനമന്ത്രിയുടെ മൂക്കിൻ തുമ്പിലെത്തി ഇന്ത്യയുടെ പ്രത്യാക്രമണം. കറാച്ചി തുറമുഖത്തിലടക്കം ചെന്നെത്തി വെടിക്കോപ്പുകൾ. പാകിസ്ഥാനെ മുൾമുനയിൽ നിർത്തി ഇന്ത്യ. ജമ്മുവിൽ പുലർച്ചെയും പാക് പ്രകോപനം. വീണ്ടും ബ്ലാക്ക് ഔട്ട്. ഇന്ത്യൻ വിമാനത്താവളങ്ങളെയും നഗരങ്ങളെയും ലക്ഷ്യമിട്ട് ഇന്നലെ പാകിസ്ഥാൻ തൊടുത്തത് 50-ലധികം ഡ്രോണുകൾ. എല്ലാം നിഷ്പ്രഭമാക്കി സുദർശന കവചം. ഗുജറാത്തും പഞ്ചാബും രാജസ്ഥാനും അടക്കമുള്ള അതിർത്തി പ്രദേശങ്ങളിലേക്ക് കടന്നു കയറാൻ ശ്രമം. സാംബയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരനെ വധിച്ച് ഇന്ത്യ. അതിർത്തി ലംഘിച്ചെത്തിയ 6 പോർ വിമാനങ്ങളെ അടിച്ചിട്ട് ഇന്ത്യ. 2 പൈലറ്റുമാർ കസ്റ്റഡിയിൽ. കൂടുതൽ വിവരങ്ങൾ പിന്നീട് വെളിപ്പെടുത്താമെന്ന് രാജ്യം. 8000 പാക് എക്സ് അക്കൗണ്ടുകൾ കൂടി പൂട്ടിക്കെട്ടി കേന്ദ്ര സർക്കാർ. വിദേശകാര്യ മന്ത്രാലയം രാവിലെ 10 മണിക്ക് മാധ്യമങ്ങളെ കാണും. പൂഞ്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ടാണ് ഉള്ളത്. അതായത് ഈ ഒരു തരത്തിലുള്ള പ്രകാശവും ലൈറ്റും നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നിരത്തുകളിൽ ഏറെക്കുറെ വിജനമാണ്. സൈനിക വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്ത് കാണാൻ വേണ്ടി കഴിയുന്നത്. അതിർത്തി പ്രദേശങ്ങളിലെ ഭീകര ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു മാതൃഭൂമി ന്യൂസ്. ഇന്നലെ രാത്രിയും പ്രകോപനം തുടർന്ന പൂഞ്ചിൽ നിന്ന് ഗ്രൗണ്ട് സീറോ റിപ്പോർട്ടുമായി ബി ബാലഗോപാൽ. പൂഞ്ചിൽ പാക് ഷെല്ലിംഗ് തുടരുന്നു. ഡൽഹിയിലും സുരക്ഷ ശക്തമാക്കി. നെറികേടിന് പിന്നാലെ പാകിസ്ഥാൻ ഇരട്ട പ്രഹരം. ഇന്ത്യ നൽകിയ തിരിച്ചടിക്ക് പിന്നാലെ ക്വറ്റ മേഖല കൈക്കലാക്കി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. വീണ്ടും പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര കലാപം. കരസേനയിൽ അട്ടിമറിയെന്ന റിപ്പോർട്ട്. പ്രധാനമന്ത്രിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്ന് പാകിസ്ഥാൻ. ഇമ്രാൻഖാനെ ജയിൽ മോചിതനാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. ലോകരാജ്യങ്ങളുടെ കണ്ണിന്ത്യയിലേക്ക്. സംസാരിച്ചു തീർക്കാൻ അഭ്യർത്ഥിച്ച അമേരിക്ക. ആശങ്ക രേഖപ്പെടുത്തി ബ്രസീലും നോർവേയും. സഹായഹസ്തങ്ങൾ വീണ്ടും നീട്ടി തുർക്കി. പ്രകോപനങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകുമെന്ന് ഇന്ത്യ. പാക് സൂപ്പർ ലീഗ് മത്സരങ്ങൾ കറാച്ചിയിൽ നിന്ന് ദുബായിലേക്ക് മാറ്റി.